കാലദേശങ്ങൾക്കപ്പുറത്തേക്ക് സ്വന്തമായി വണ്ടി ഓടിക്കാനുള്ള കരുത്ത് കൊടുക്കണം അവന്. അവന്റെ ജീവിതം എല്ലാ കാലത്തും അവന്റെ കൂടെ ഉപ്പയുണ്ടാവില്ല, ഉമ്മയുണ്ടാവില്ല. അവന്റെ ജീവിതം ഒറ്റക്കാവുമ്പോൾ ഓരോ കുട്ടിയും എന്തു ചെയ്യുന്നു എന്ന് എപ്പോഴും പിറകെ നോക്കാൻ അവന്റെ തലക്ക് മീലെ CCTVയും വെച്ചിട്ട് നടത്താൻ പറ്റുമോ? നമുക്ക് എപ്പോഴും നമ്മുടെ കുട്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എന്താ ചെയ്യുന്നത്, എന്താ കഴിക്കുന്നത്, എവിടെ പോകുന്നു, എന്തു പറയുന്നു എന്ന് നിരന്തരം നമുക്ക് അവനെ വീക്ഷിക്കാൻ ഒരു സംവിധാനവും ഇല്ല. എല്ലാ കുട്ടീൻ്റെ തലയിലെ മേലെ CCTV വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ എന്താ മാർഗം? അവന്റെ ഉള്ളിൽ ഒരു കാവൽക്കാരനെ നമുക്ക് നിശ്ചയിച്ചു കൊടുക്കാനുണ്ട്. ഈ കാവൽക്കാരൻ ഉറങ്ങിപ്പോയിട്ടാണ് അവൻ മദ്യപാന തെരുവിലും മയക്കുമരുന്നിന്റെ തെരുവിലും അവൻ കഞ്ചാവിന്റെ തെരുവിലും വഴിതെറ്റിപ്പോകുന്നതിന് ഉത്തരവാദി. അവന്റെ ഉള്ളിലെ കാവൽക്കാരനെ ഉണർത്തുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ കുടുംബത്തിലും പരാജയപ്പെട്ടു വന്നതാണ്. സ്കൂൾ വിദ്യാഭ്യാസമല്ല എല്ലാം. സ്കൂളിൽ കുട്ടി ഇരിക്കുന്നത് 6 മണിക്കൂറാ അല്ലെ? 6 മണിക്കൂറാ. 24 മണിക്കൂറിൽ 6ഉം സ്കൂളിൽ പോവാനും വരാനും ഒരു 2 മണിക്കൂർ കുട്ടിക്കോ 8ഉം കഴിച്ചിട്ട് 16 മണിക്കൂർ കുട്ടി വീട്ടിലാണ്. ആ വീടാണ് യഥാർത്ഥത്തിൽ കുട്ടിയുടെ വ്യക്തിത്വം വളർത്തുന്ന സർവകലാശാല. ആ വിദ്യാഭ്യാസത്തിന്റെ തുടർച്ച മാത്രമാണ് സ്കൂൾ വിദ്യാഭ്യാസം. അതുകൊണ്ട് സ്കൂളിൽ കൊണ്ടേ ചേർത്തു, റേഷ്യൽ പേരെഴുതി, പുസ്തകം വാങ്ങിക്കൊടുത്തു, ഫീസ് അടച്ചു. ഇനി മാഷന്മാരാവട്ടെ പാഠപുസ്തകമാകട്ടെ എന്ന് പറഞ്ഞിട്ട് കൈ കഴുകി മാറി നിൽക്കുന്ന രക്ഷിതാക്കളാണ് ഈ കുട്ടികൾ. ഇത്രയും വിവരമുള്ള കുട്ടികളും വഴിതെറ്റി പോകുന്നതിന് ഉത്തരവാദി ആ കുട്ടിയല്ല, നമ്മൾ രക്ഷിതാക്കളാണ്, നമ്മുടെ കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ധർമ്മം നിർവഹിക്കാത്തതാണ് നമ്മൾ മാറി നിൽക്കുക.